വളരെ ഒരു ഷോക്കിംഗ് സംഭവമാണ് നടന്നത്. ഐസ്ക്രീമിൽ വിരൽ വന്നത്. ഇത് മുംബൈയിൽ നടന്നതാണ് സംഭവം. ഇത് ഭയങ്കര ഒരു ഷോക്കിംഗ് ആണ്. കാരണം ഇപ്പോൾ ഒരു ഐസ്ക്രീം പോലും ഇത് നല്ലൊരു ബ്രാൻഡഡ് ഐസ്ക്രീം വന്നത് അദ്ദേഹം ഡോക്ടർ കണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് വഴി വായിൽ തടഞ്ഞതാണ് ഈ വിരൽ. ഭയങ്കരം തന്നെയാണ് ഇതൊരു വല്ലാത്ത ഒരു ഷോക്കിംഗ് ന്യൂസാണ്. കാരണം നമ്മളിപ്പം വിശ്വസിച്ചൊരു ഐസ്ക്രീം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി ഈവൻ മുംബൈ പോലുള്ള ഒരു സ്ഥലത്തും. കാരണം നമ്മുടെ ഇവിടെ കേരളത്തിലാണെങ്കിൽ എത്രത്തോളം ചെക്കിങ്ങുകളെല്ലാം പല പല ഹോട്ടലുകളിൽ നടക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ അവരെത്രത്തോളം ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്നു. പക്ഷേ പിന്നെയും ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിപ്പം മുംബൈയിലാണ് നടന്നത്. ഈവൻ മുംബൈയിലെ എല്ലാ ഫുഡ് സ്ട്രീറ്റുകളും മിക്കതും എല്ലാം ചലഞ്ചസ് ആയിട്ടുള്ളത് എല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഒത്തിരി വീഡിയോകൾ കാണാറുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഈ ഫുഡ് സേഫ്റ്റി ഇല്ലാതാകുന്നത് നമുക്ക് കൂടുതൽ രോഗങ്ങൾ നമുക്ക് വരികയും നമുക്ക് ഒത്തിരി അസ്വസ്ഥതകളും ചിലപ്പോൾ ക്യാൻസർ പോലുള്ള മഹാമാരികൾ അല്ലെങ്കിൽ ബാക്കി ഫുഡ് പോയ്സൺ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു വിരൽ തന്നെ കിട്ടി. ഇതൊക്കെ കേൾക്കുമ്പം തന്നെ വല്ലാതെ തോന്നുന്നു. കാരണം ഇതൊന്നും ഗവൺമെൻറ് നല്ലപോലെ ഫുഡ് ചെക്കിങ്ങും ഫുഡ് ഇൻസ്പെക്ഷനും ഒക്കെ നടത്തേണ്ടതുണ്ട്. കാരണം ഫുഡ് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആകണം ഇന്ത്യയിലെന്നുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. ന്യൂസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിനെതിരെ ആക്ഷൻ നടക്കുന്നുണ്ട്, കേസ് ഫയൽ ചെയ്തു, മുന്നോട്ട് കേസുകൾ പോകുന്നുണ്ടെന്ന്. പക്ഷേ സ്റ്റിൽ ഇതിനകത്ത് നമ്മൾ ഉപയോഗം സൂക്ഷിക്കേണ്ടതുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതലും നമ്മൾ വെളിയിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ശരിയാണ്, ഇങ്ങനത്തെ ഒരു കാണുമ്പോൾ ഓരോക്കെ കഴിക്കാൻ നമ്മുടെ സേഫ്റ്റി വെച്ച് നോക്കുമ്പോൾ പുറത്തു നിന്നുള്ള ആഹാര പദാർത്ഥങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.